അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിലവിൽ സാഹചര്യത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ തരണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഈ പ്രശ്നവും പ്രതിസന്ധിയും ഒക്കെ തരണം ചെയ്യൽ നമ്മളെ ബാധ്യതയാണ്. ഞാനിപ്പോൾ പറഞ്ഞു വരുന്ന വിഷയം ഇന്നലെ VC നഗർ എന്ന് പറയുന്ന സ്ഥലത്ത് നടന്ന ഒരു ഖണ്ഡനവുമായി ബന്ധപ്പെട്ട് ഒരു സംസാരം, വഹാബികൾ അടിപതറി എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. ആദ്യം ജിന്നൂരി വിഭാഗത്തിൽപ്പെട്ട ഹുസൈൻ സലഫിയെ കൊണ്ടുവന്ന് പ്രസംഗിപ്പിച്ചു. അതിനെ ഗണ്ണിക്കാൻ വേണ്ടി മമ്പാട് സഖാഫി ഉസ്താദ് അവറുകൾ വരികയും മറുപടി കൃത്യമായി ഖണ്ഡനം നടത്തുകയും ചെയ്തപ്പോൾ ആ ഖണ്ഡനത്തെക്കുറിച്ച് ഒന്നും പറയാൻ കഴിയാതെ രണ്ടാം വട്ടവും വന്ന് മറുപടി ഒന്നും പറഞ്ഞില്ല എന്നും പറഞ്ഞ് തടിയൂരുന്നതിൻ്റെ ഇടയിൽ അവര് പുറത്തിട്ടൊരു സംഗതിയുണ്ട്. EK വിഭാഗം APEK തർക്കങ്ങൾ പുറത്ത് വലിച്ചിട്ടിട്ട് സമുദായത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാം എന്ന് അവർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നപ്പോഴും ഒരു നിലക്കും ഇത് മുന്നോട്ട് പോകൂല എന്ന് കണ്ടപ്പോൾ EK വിഭാഗം സംസ്ഥക്കാർ വരെയും അവർക്കെതിരെ സംസാരിക്കുകയും ചെയ്തപ്പോൾ പിന്നെ എടുത്ത ഒരു അടവാണ്, ഒരു വിളവാണ് വ്യാജന്മാരെ കൊണ്ടുവന്ന് APക്കാർക്കെതിരെ പറയിപ്പിക്കുക, സമസ്തക്കെതിരെ പറയിപ്പിക്കുക എന്നുള്ളത്. അതിനെ ഇന്നലെ സംസാരിച്ച മൗലവിക്കെതിരെ ശക്തമായ ഖണ്ഡനം മമ്പാട് സഖാഫി ഉസ്താദിന്റെ ക്ലിപ്പുകൾ നമുക്ക് കേൾക്കാൻ പറ്റും. ഇനിയോ മൗലവിക്ക് എന്ത് വേണം? ഇവിടെ ഇപ്പത്തെ ചർച്ചകൾ എവിടേക്ക് കൂട്ടിമാറ്റണം? സുന്നികൾ തമ്മിലുള്ള പഴയ കാലത്ത് നടന്ന സംഭവങ്ങൾ, ആ സംഭവങ്ങളിലേക്ക് വലിച്ചു കൊണ്ടുപോയി ആ സംഭവങ്ങളിൽ ഇട്ടുകൊണ്ട് തർക്കം തീർക്കണം. അതിനുള്ള കളിയാണ് മൗലവി നടത്തുന്നത്. അതിനുവേണ്ടി APEK തർക്കം, ആ തർക്കങ്ങളൊക്കെ ഇവിടെ വലിച്ചിടാനുള്ള ശ്രമം മൗലവി നടത്തുകയാണ്. അങ്ങനെ ഞങ്ങൾ ഒന്നാണ് എന്ന് വാക്കുകൊണ്ട് പറഞ്ഞൊപ്പിച്ച് സെലഫികളെ വേട്ടയാടാം, ആക്രമിക്കാമെന്ന് വിചാരിച്ചാൽ എന്തിനാ ചങ്ങ ഇങ്ങനെ കാലറിന്? ആരാ പന്നവിടെ ആക്രമിക്കാൻ വന്നത്? ആരാ പന്നവിടെ പിന്നെ എന്തെങ്കിലും ചെയ്യാൻ വന്നത്? അയിമാണ്ട് ഉണ്ടപ്പോ ഈ ചരക്ക് രണ്ടും മനുഷ്യന്മാര് മെനക്കെടണമെങ്കിൽ അതിനനുസരിച്ച് എരവാണ്ടേ? എന്തോ ഒരു വിവരക്കേടായി പറയുന്നത്, വെറുതെ ഇങ്ങോട്ട് പറഞ്ഞു വണ്ണം വെക്കാം. നമ്മൾ ആരെങ്കിലും പോനെ മൂക്കിൽ വലിക്കുന്നു ഇവിടെ പറഞ്ഞിക്കണോ? ഓൻ ആരെങ്കിലും വല്ലതും ചെയ്യും പറഞ്ഞിക്കണോ? സുന്നികൾ ഐക്യത്തിലാണ് എന്ന് പറഞ്ഞാ പോയി ഡയലോഗൊക്കെ ആച്ചണേ. എന്തൊരു കഷ്ടാണ് പഠിച്ചത്. നടക്കൂല. ആരാപ്പ എന്റെ പിന്നാലെ അടക്കണ ചങ്ങായി? അന്നെ ഒന്ന് തോണ്ടിക്കാണ്ട് അതിനൊരു പെറ്റി കേസ് വന്ന് അതിന് വക്കീൽ ഫീസ് കൊടുക്കാൻ പാടെ ഈ എര വേണ്ടേ? അല്ലാതെ എന്തിനാ ഈ പണിക്ക് ഞങ്ങൾ വരുന്നത്? കഴിഞ്ഞ പ്രഭാഷണത്തിൽ ഞങ്ങൾ പുറത്തിട്ടിട്ടില്ല. മൂപ്പര് നമ്മളെ ഭീഷണിപ്പെടുത്തിയ APEK തർക്കം ഞങ്ങൾ പുറത്തിടുന്നു. കഴിഞ്ഞ പ്രസംഗത്തിൽ ഞങ്ങൾ പുറത്തിട്ടിട്ടില്ല. അതൊരു പച്ച തോണിയല്ലേ വഹാബികളെ? ഇവിടെ ഹുസൈൻ സലഫി പ്രസംഗിക്കാമെന്ന ആദ്യ ദിവസം തന്നെ അദ്ദേഹം APEK തർക്കം പുറത്തിട്ടിട്ടില്ലേ? ബഹുമാന്യനായ പേരോട് ഉസ്താദ് വഹാബിയാണ് എന്ന് മറുഭാഗം സമസ്തയുടെ പണ്ഡിതന്മാർ പറയുന്നു എന്ന് പറഞ്ഞ് APEK പ്രശ്നം പുറത്തിട്ടുങ്ങാണ്ടല്ലേ ചങ്ങാതിമാരെ നിങ്ങൾ ഇവിടെ പരിപാടി തുടങ്ങിയത്? അതിനല്ലേ ഞാനിവിടെ ഖണ്ഡനം പറഞ്ഞത്? എന്നിട്ട് ഇപ്പൊ മൂപ്പര് പറയും നോക്കി ഞങ്ങൾ കഴിഞ്ഞൊരു അതൊന്നും പുറത്തിട്ടിട്ടില്ല. അതും വിഴുങ്ങിപ്പോയി ഈ സാധുക്കൾ. നിങ്ങൾക്കകത്തുള്ള ഈ ദുഷിച്ച് നാറിയ കാര്യങ്ങളെ പുറത്തിട്ട് വഷളാക്കാൻ ഞങ്ങൾ വിചാരിച്ചിട്ടില്ല. പക്ഷെ ഇത് എരന്നു വാങ്ങിയതാ. ഭയങ്കര സംഗതിയാ. ഈ ഇപ്പൊ ഞങ്ങൾ 89 മുതലുള്ള കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ ആരോപണം ഇവിടെ വന്നാണ് ഛർദ്ദിച്ചു. എന്താ ചങ്ങായി അതുകൊണ്ട് കാര്യം? പക്ഷെ ഞങ്ങൾക്കൊരു നിർബന്ധ ബുദ്ധി ഉണ്ട്. വഹാബികൾക്കിടയിലെ ഇപ്പത്തെ 200 ഗ്രൂപ്പിന്റെ പ്രശ്നങ്ങൾ പറഞ്ഞ് സംഘടനാ തർക്കം വലിച്ചിട്ട് ഇതിന്റെ വിഷയത്തിൽ നിന്ന് തെന്നി മാറാൻ നിങ്ങളെ ഞങ്ങൾ അനുവദിക്കൂല. വഹാബിയാളെ പടച്ചോൻ ഏതാണെന്ന് ഞങ്ങൾക്ക് കൃത്യമായി കിട്ടണം. 100 കൊല്ലത്തെ നിങ്ങളുടെ അൽമനാറിലും പുസ്തകങ്ങളിലും പറഞ്ഞ പടച്ചോൻ ഏതാണ്? ഇപ്പൊ ഏതാ ഫൈനൽ ചെയ്തത്? അടുത്ത കൊല്ലം ഏതാ ആകാന്ന് പറഞ്ഞു തരണം. അല്ലാതെ ഈ പരിപാടി നിർത്തരുത്. ഇനി സഹോദരന്മാരെ നിങ്ങൾ നോക്ക്, മൗലവിക്ക് മനസ്സിലായി APEK വിഭാഗത്തെ തമ്മിലടിപ്പിച്ച ഇനി നടക്കൂല. കാരണം എന്താണ്? അന്ന് മൗലവി ഹുസൈൻ സലഫി ഇവിടെ പറഞ്ഞ കുരുട്ടു ബുദ്ധിക്ക് നമ്മൾ മറുപടി കൊടുത്തതുപോലെ മറുഭാഗത്തെ സുന്നികളും മറുപടി കൊടുത്തപ്പോൾ ആലുപോയ ചെകുത്താനെ പോലെ അലയുന്ന ചില മുക്കൂട്ടുകാരുണ്ട്. ആ അടുപ്പും കല്ലുകളിൽ നിന്ന് ഒന്നിനെ കൊണ്ടുവന്ന് ഇനി ആ വിഴുപ്പലക്കലിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ നോക്കിയാണ്ട് വേറൊരു വ്യാജത്വരീക്കത്തേരനെ കൊണ്ടുവന്നിട്ടാണ് നമ്മൾ ഇവിടെ മറുപടി പറഞ്ഞിട്ടില്ല എന്ന് സ്ഥാപിക്കാൻ മൗലവി പണിയെടുക്കണം. നമുക്ക് മാത്രം തോന്നിയ കാര്യല്ലേ? പിന്നെ ആർക്കാ തോന്നിയത്? ഏതായാലും വഹാബിയാക്ക് 100 കൊല്ലത്തിനടക്ക് പലജാതി പടച്ചോണ്ട് എന്ന് മനസ്സിലായത് മലയാളത്തിലെ എല്ലാ മനുഷ്യർക്കും. അതിനാണ് തെളിവ് ഞാനൊരു ക്രിസ്തീയ പുരോഹിതന്റെ കൊണ്ടുവന്നിട്ടേ. അയാൾക്ക് ഇതുവരെ നിങ്ങൾ മറുപടി കൊടുക്കണോ? മൗലവിമാരെ എങ്ങനെ കൊടുക്കുക? അത് നിങ്ങളെ ഗ്രന്ഥങ്ങളിലുള്ള വസ്തുതയല്ലേ? ഇനിയിപ്പം മൂപ്പര് തെളിവിന് കൊണ്ടുവരാം. ആരെ? എന്റെ ചങ്ങാതിമാരെ, നിങ്ങളുടെ മറുകൂപ്പിൽപ്പെട്ട ആളുകളെ ഞാനിവിടെ തെളിവിന് കൊണ്ടെന്നാൽ നിങ്ങൾ മുസ്ലിം പോലും അല്ല. കാരണം ഇവിടത്തെ KNM പറയുന്നത്, അപ്പുറത്തെ മടവൂർ മുജാഹിദുകൾ പറയുന്നത് നിങ്ങൾ മുസ്ലിം
മുസ്ലിമല്ലെന്നാണ്. നിങ്ങൾ മുശ്രിക്കും കാഫിറുമാണ്, ജിന്നിനെ ആരാധിക്കുന്നവരാണ് എന്നാ അവരുടെ ക്ലിപ്പ് വെച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്കെതിരെ മറുപടി പറഞ്ഞാൽ അത് നിങ്ങൾ തെളിവായി സ്വീകരിക്കുമോ വഹാബികളെ? മറുപടിക്ക് വരുമ്പോ കുറച്ച് മര്യാദ കാണിക്കണ്ടടോ, കുറച്ച് നീതി കാണിക്കണ്ടടോ. ഒരു ഖണ്ഡനത്തിൽ എന്തൊരു മര്യാദ കേടാണിത്. ജിന്നൂരികൾക്കെതിരെ KNM വിഭാഗം, ഔദ്യോഗിക വിഭാഗം, ഹനീഫ് കായക്കൊടിയുടെ വിഭാഗം പറയണത് അവർ മുശ്രിക്കും കാഫിറാണ്, തെളിവുകൾ സമർത്ഥിക്കുകയാണ്. ഇതുവരെ അംഗീകരിക്കുമോ? അതവർക്ക് പറ്റൂല. ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇപ്പൊ കൊണ്ടുവരുന്ന ഒരു വ്യക്തിയുണ്ട്, വ്യാജന്മാരുടെ കൂട്ടത്തിലെ ഒരുപാട് വ്യാജ തുരീക്കത്തിൽപ്പെട്ട എല്ലാം കൂടി ഒരുമിച്ച് കൂടിയ ഒരു സാധനം എന്ന് പറയാം. എല്ലാ വാദങ്ങളും ഒരുമിച്ച് കൂടിയ, എല്ലാ ശിർക്കൻ വാദങ്ങളും കുഫൻ വാദങ്ങളും ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ഉണ്ട് എന്നുള്ളത് നമ്മൾ വെറുതെ പറയല്ല, പറയുകയാണെങ്കിൽ തെളിവ് കൃത്യമായിട്ട് നമ്മൾ സമർത്ഥിച്ചിരിക്കും. ഇൻഷാ അല്ലാഹ് ബാക്കി കൂടി ഏതായാലും ചങ്ങാതി കൊണ്ടെന്നാളെ നമുക്കൊന്ന് നോക്കാം. ഇവരെ പോലെ പലരും സമസ്തയിലുണ്ടല്ലോ. ഏത് സമസ്തയിലാ ചങ്ങായി നീ കൊണ്ടുവന്ന ചങ്ങായിള്ള? ഓൻ സമസ്തയിലാന്ന് ഓനും അഭിപ്രായമില്ല, ഞങ്ങൾക്കും അഭിപ്രായമില്ല. പിന്നെ ആരെ എന്നോട് ഓൻ സമസ്തയിലാന്ന് പറഞ്ഞു? അവർക്കും തോന്നിയ വിഷയമാണ്, അല്ലെങ്കിൽ അവർക്കും ബോധ്യപ്പെട്ട കാര്യമാണ്. ഇവിടെ പ്രഭാഷണത്തിന് മറുപടിക്ക് വന്ന ആളുകൾ മറുപടി പറഞ്ഞിട്ടില്ല. മുത്തഫഖുൻ അലൈഹിന്റെ പൗറായിപ്പോ ഇപ്പൊ ആകപ്പാട് എന്തായി? ഞാൻ മറുപടി പറഞ്ഞിട്ടില്ല എന്നുള്ളതിന് മുത്തഫഖുൻ അലൈഹിയായി തെളിവായി. സമസ്തയിൽ തന്നെ ഉള്ള എന്നാരെ എന്നോട് പറഞ്ഞു? ഏത് സമസ്തയിലാ ഓനുള്ളത്? എവിടെ ഓന്റെ മെമ്പർഷിപ്പ്? ഒന്ന് പറഞ്ഞോണ്ടെങ്കായി. എന്തിനാണ് പൊന്നാര ചങ്ങായി ഈ നുണ വന്ന് ഈ തെരുവിൽ ഇങ്ങനെ പറയുന്നത്? സമസ്തയുടെ ആശയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു മുസ്ലിയാര് തന്നെ മംഗലാപുരത്ത് വെച്ച് ആ കാര്യം പറഞ്ഞു. അതുകൂടി ഒന്ന് കേൾക്കുക. അങ്ങനെ ഞാൻ നിങ്ങളെ കുറിച്ച് മറ്റേ ഗ്രൂപ്പ് പറയുന്ന കുറച്ച് സാധനം കൊണ്ടുവന്നിട്ടാൽ അത് നിങ്ങൾ തെളിവായി സ്വീകരിക്കോ? പറയണം, എന്നിട്ട് ഞാൻ ബാക്കി കൊണ്ടുവന്നിട്ട് തരാം. ഇങ്ങനെയാണോ മുജാഹിദുകളെ ഖണ്ഡനം നടത്തേണ്ടത്? ഇങ്ങനെയാണോ മറുപടിക്ക് വരേണ്ടത്? ഇതിനാണ് മറപിടിക്കുക എന്ന് പറയാം. ഈ കർണാടകയിൽ ഇവിടെ 1-2 ആഴ്ചയായി സലഫികൾ കറങ്ങി കളിക്കുകയാണ്. എന്നിട്ട് എന്താ ഞാൻ ചെയ്ത്? സലഫികൾ വഹാബികൾ ഇങ്ങനെ കറങ്ങി കളിച്ചിട്ട് എന്തേ പോൻ ചെയ്ത്? ഓൻ പേരോട് ഉസ്താദിന്റെ കുറച്ച് ഇറച്ചിന്ന്, ഓൻ പൊന്മോൾ ഉസ്താദിന്റെ കുറച്ച് ഇറച്ചിന്ന് വള്ളർച്ച്. അല്ലാതെ ഈ വഹാബിയക്കെതിരിൽ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്തിട്ടിട്ട് വഹാബികളെ ഫോക്കസ് ചെയ്ത ഒരു മുഴുവൻ പ്രസംഗം നിന്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടോ? എന്നിട്ട് അവനെ താങ്ങിട്ടല്ലേ അല്ലേ നീ എന്തിന് തൂങ്ങി ചാവാലി എന്ന് പറഞ്ഞൊരു കഥ ഉണ്ട്. അതപ്പോ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് കൃത്യമാണത്. സമസ്ത AP വിഭാഗം ഈ പറയുന്ന വ്യാജ ത്വരീഖത്തുകാരനെ പുറത്തിട്ടതിന് ശേഷം ഒരു പ്രഭാഷണത്തിലും വഹാബികൾക്കെതിരെ അവരെ ഫോക്കസ് ചെയ്തുകൊണ്ട് സംസാരിച്ചിട്ടില്ല എന്നുള്ളത് കൃത്യമാണ്. പിന്നെ നമുക്ക് വ്യക്തമാകും ഓരൊക്കെ ഒരു മുക്കൂട്ട് മുന്നണിയാണ്, കൊണ്ടളിനും കൊടുത്തളിനും എന്നൊക്കെ പറഞ്ഞതുപോലെ ഒരു മുക്കൂട്ട് മുന്നണിയാണ് എന്നുള്ളത് നമുക്ക് വ്യക്തമാവും. കാരണം ഈ ചങ്ങാതി പ്രസംഗിച്ച അതേ ക്ലിപ്പ് ഇട്ടിട്ടാണ് ഹുസൈൻ സലഫി പ്രസംഗിക്കുക. കണ്ടോ ഇവര് പറയണത് കണ്ടോ എന്നും പറഞ്ഞിട്ട് ഹുസൈൻ സലഫി പ്രസംഗിക്കും. ഹുസൈൻ സലഫി എപിക്കാർക്കെതിരെ പറയുന്ന വിഷയങ്ങൾ, സമസ്തക്കാർക്കെതിരെ പറയുന്ന വിഷയങ്ങൾ എടുത്തിട്ട് ഇവരും സംസാരിക്കും. ഇങ്ങനെ ഒരു കൊണ്ടളിനും കൊടുത്തളിനും എന്ന സിസ്റ്റമാണ് ഇപ്പൊ ഇവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ബാക്കി കൂടി തുടരട്ടെ. AC റോഡിൽ ഹുസൈൻ സലഫി വന്നു. അയാളുടെ ഭാഷയിൽ ഒരു പ്രഭാഷണം നടത്തി. ആ പ്രഭാഷണത്തിന് മലപ്പുറം ജില്ലയിലെ മമ്പാടുള്ള ഒരുത്തനെ കൊണ്ടുവന്നു. അദ്ദേഹം മറുപടിക്കായി വന്നിട്ട് സലഫി പറഞ്ഞ വിഷയങ്ങളെ കുറിച്ച് കാമാ പറഞ്ഞില്ല. ചങ്ങാതി, സലഫി ഇവിടെ പറഞ്ഞത് അയാൾ സിറാത്തുൽ മുസ്തഖീമാണ് എന്നാ. അതിന് ഞാൻ മറുപടി പറഞ്ഞത് അയാൾ സിറാത്തുൽ മുസ്തഖീം അല്ല എന്നാ. അതിന് ഞാൻ തെളിവുദ്ധരിച്ച ഒന്ന്, വഹാബികൾക്ക് സ്ഥിരമായൊരു ദൈവവിശ്വാസമില്ല എന്നാണ്. അത് മറുപടി ആയിട്ടില്ലേ കുഞ്ഞാനെ? അള്ളാന്റെ കയ്യും കാലും നിറഞ്ഞു പോയി. അതും പ്രശ്നമല്ലേ? എന്നാ പിന്നെ വഹാബികളൊപ്പം നിന്ന് കണ്ട അജ്ജു കൊണ്ട മറുപടി. എങ്ങനെയാണ് ഈ KM മൗലവിന്റെ പഠിച്ചൊപ്പം മുജാഹിദീങ്ങൾക്ക് ഇല്ലാതെയായത്? ഈ കൊണ്ട മറുപടി എത്ര നിസ്സാരമാക്കലല്ലേ? കയ്യും കാലും പറഞ്ഞു പോയി. അള്ളാഹു താലാക്ക് കയ്യും കാലും ഉണ്ട്, കണങ്കാലുണ്ട്, ഊര വരെ ഉണ്ട് എന്ന് സംസാരിച്ച വഹാബികൾക്കെതിരെ വ്യക്തമായ ഖണ്ഡനത്തോടുകൂടെ അവരുടെ മാസികകൾ വെച്ചിട്ടും വാരികകൾ വെച്ചിട്ടും സംസാരിച്ചിട്ട് വഹാബ് സഖാഫി അതിനെ മറുപടി പറഞ്ഞ് അതിനെ ഗണ്ണിച്ചുകൊണ്ട് സംസാരിച്ചപ്പോ അത് ഒരു കയ്യും കാലും പറഞ്ഞു പോയി എന്ന് നിസ്സാരമാക്കുന്ന സ്വഭാവത്തിൽ. ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇവരുടെ മുക്കൂട്ട് മുന്നണി എത്രത്തോളം സുഭദ്രമാണ്, ഭദ്രമാണ് എന്നുള്ളത്. ഇൻഷാ അല്ലാഹ് ബാക്കി കൂടി പറയട്ടെ. എങ്ങനെയാണ് അമാനി മൗലവിന്റെ ഖുർആൻ പരിഭാഷയിലുള്ള പടച്ചോൻ ഉമർ മൗലവിക്ക് ഇല്ലാതെയായത്? നീ കൊണ്ട മറുപടി ഞങ്ങൾക്ക് മുജാഹിദീങ്ങളിൽ നിന്ന് ഇതിന് മറുപടി കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഇനി മറുപടി നീ കൊണ്ട. നാളെ വഹാബികൾ വീണ്ടും അവിടെ പരിപാടി വെക്കുകയാണ്. അതുകൊണ്ട് എന്തൊരു തീർപ്പതിയോനെ അല്ലേ? നമ്മൾ വഹാബിയൊക്കെ മറുപടി പറയുമ്പോ വലിയ ടെൻഷൻ ഉണ്ടാകുന്നത് ആരാ? ഇവനാ അല്ലേ? നീഫാക്ക് എന്നല്ല ഇതിനൊക്കെ പറയാം. കാരണം അവർക്ക് ആഘോഷമാണ്. ആഘോഷം ഓൽക്കല്ല, ഇഞ്ചാനാണ് ആഘോഷിക്കണേ കുഞ്ഞാനാ, അല്ലാതെ മൗലൈമാരല്ല. മൗലൈമാരുടെ ആഘോഷത്തിലുണ്ട് ഓലെ പ്രസംഗം കേൾക്കണേ എനിക്ക് മനസ്സിലാവും. കേട്ടല്ലോ,
മറുപടി പറഞ്ഞിട്ടില്ല. തെളിവായല്ലോ, മുത്തഫഖുൻ അലൈഹി അല്ലേ? ആ ചങ്ങാതിയെ കൊണ്ടുവന്ന് നമ്മളിവിടെ മറുപടി പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞോടുകൂടെ ഭയങ്കര തെളിവായി. ഓ മുജാഹിദ് മൗലവി, ആ മനുഷ്യനെ നിങ്ങൾ ഇവിടെ തെളിവായി കൊണ്ടുവന്ന സ്ഥിതിക്ക് ഞാൻ ചോദിക്കണേ, അയാളെ നിങ്ങൾ തെളിവായി സ്വീകരിക്കുമോ? അയാളെ നിങ്ങൾ ഷാഹിദായി അംഗീകരിക്കുമോ? അയാളെ തെളിവിന് പറ്റുമെന്ന് നിങ്ങൾ അംഗീകരിക്കുമോ? പറയണം, എന്നിട്ട് ഞാൻ കുറച്ച് സാധനം തരാം, എന്നിട്ട് നിങ്ങൾ തെളിവായി സ്വീകരിക്കേ. എന്താ ചങ്ങാതിമാരെ, അപ്പൊ APK പറഞ്ഞ് ഇവിടെ ഒന്ന് കുളം കലക്കി മൗലവിക്ക് ഇവിടുന്ന് ഇങ്ങനെ ഈ പല്ലി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്, അതിങ്ങനെ എന്ത് ചെയ്യും, ശത്രുക്കളെ കണ്ട വാല അവിടെ മുറിച്ചിട്ട് കൊടുത്തിട്ട് പല്ലി തടി കാലിയും ഈ രീതിയിൽ ഇവിടെയുള്ള സുന്നികളെ തമ്മിലടിപ്പിച്ച് കണ്ട് കഴിച്ചിലാകാനുള്ള ശ്രമമാണ് ചങ്ങായി നടത്തിയത്. എത്ര കൃത്യാണ് ഈ പറയുന്ന വ്യാജ ത്വരീഖത്തുകാരനായ വ്യക്തി. എല്ലാ കഴിവുകളും ഹഖീഖത്തൻ നിലക്ക് മഹാന്മാർക്ക് അള്ളാഹു കൊടുത്തിട്ടുണ്ട്. ഒരു മൊബൈൽ ഫോൺ കൊടുക്കുന്നത് പോലെ ഒരു മൊബൈൽ ഫോണ് നമ്മൾ ഒരാൾക്ക് കൈമാറുമ്പം അത് ഓഫാക്കലോ ഓണാക്കലോ ഒക്കെ പിന്നെ ഓനായിരിക്കും, ഈ കൊടുത്ത ആൾക്ക് അതിൽ കൺട്രോളൊന്നും ഉണ്ടാകൂലല്ലോ എന്ന് പറഞ്ഞിട്ട് അള്ളാഹു തആല മഹാന്മാർക്ക് കഴിവുകൾ കൊടുത്തിട്ടുണ്ട്, കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് അവരുടെ അധീനതയിലായിരിക്കും, അള്ളാഹു തആലക്ക് ഇതിൽ റോളില്ല എന്ന കുഫ്റൻ വാദം വരെ ഈ പറയുന്ന ഈ വ്യാജ ത്വരീഖത്തുകാരൻ പറഞ്ഞിട്ടുണ്ട്. ഈ പറയുന്ന വാദങ്ങളൊക്കെ വഹാബികൾ അംഗീകരിക്കാൻ കഴിയൂല, അവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല. പിന്നെ എന്താണ് ഒരു ഈ വിഷയത്തിൽ അംഗീകരിക്കുന്നത്? ഈ വിഷയത്തിൽ ഈ പറയുന്ന APക്കാർക്കെതിരെ പറയുന്ന വിഷയത്തിൽ ഈ വ്യാജന്മാരെ കൂട്ടുപിടിക്കാനുള്ള കാരണം എന്താ? മുഹമ്മദ് ഖാഫി ഉസ്താദിനെ പോലത്തെ ഗണ്ണന പ്രഭാഷകന്മാര് പറയുന്ന വിഷയങ്ങളെ ഗണ്ണിക്കാൻ കഴിയാത്തത് കൊണ്ട്, അള്ളാഹുവിന്റെ വിഷയത്തിൽ തീരുമാനാക്കാൻ കഴിയാത്തത് കൊണ്ട് ഈ പറയുന്ന വ്യാജന്മാരെ പല്ലി വാല് മുറിച്ചിടുന്നത് പോലെ എന്ന് പറഞ്ഞല്ലോ, അതേപോലെ വ്യാജന്മാരെടുത്തുകൊണ്ട് അവർ മെല്ലെ എസ്കേപ്പ് ആകാനുള്ള പരിപാടിയാണ്. പക്ഷെ തൽക്കാലം അത് നടന്നില്ല എന്നുള്ളതാണ് ഇനി ബാക്കി കൂടി കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാം. മമ്പാടുകാരൻ എന്ന് പറഞ്ഞാൽ ആരാ? ഞാൻ ബഹുമാനപ്പെട്ടല്ല വിനീതനായ ഞാൻ ഇവിടെ വന്ന് പ്രസംഗിച്ച ആളാണ്. അയിമലൊന്നും സമയം വെറുതെ കളയല്ലേ. അയാളെ നോട്ടിലുള്ള കാര്യങ്ങൾ പറഞ്ഞു പോയി എന്നല്ല. അതെ, പിന്നെ ഈ പറയണേ ഞാൻ പറയോ? ഞാൻ എന്റെ വിശ്വാസം പറയാ. എനിക്ക് നിങ്ങളെ കുറിച്ചുള്ള നിലപാടും നിങ്ങളെ കുറിച്ചുള്ള ബോധ്യങ്ങളാ പറയാ. ആ ബോധ്യം തെറ്റാണെങ്കിൽ അത് തെറ്റെന്ന് പറയാനാണ് നീ ഇവിടെ ട്രെയിൻ ഇറങ്ങണത്. അത് വന്ന് പറ. അൽമനാറിൽ ഞാൻ വായിച്ച പടച്ചോങ്ങൾ പറഞ്ഞിട്ടില്ലേ, കണങ്കാലുള്ള പടച്ചോനും കണങ്കാലില്ലാത്ത പടച്ചോനും നിങ്ങളെ ബുക്ക് തന്നെയല്ലേ? ആകാശത്ത് ഇരിക്കുന്ന പടച്ചോനും ഇരിക്കാത്ത പടച്ചോനും രണ്ടും നിങ്ങളെ പോക്കറ്റിലില്ലേ? മറുപടി പറ. ഇനി നിനക്ക് പറ്റൂലെങ്കിൽ നീ കൊണ്ടുവന്ന മറ്റോ പറഞ്ഞോളൂ മതി, നമുക്ക് അതിന് മറുപടി കിട്ടണമെന്നുള്ളൂ. ഹുസൈൻ സലഫിക്ക് മറുപടി പറഞ്ഞിട്ടില്ല. പിന്നെ ഇനി മറുപടി പറയണമെങ്കിൽ ഇതിങ്ങനെ ആന കുമ്പിട്ട മാതിരി ഉണ്ടാവോ? അത് ഇങ്ങനെ തന്നെയാ മറുപടി. സഹോദരങ്ങളെ നിങ്ങൾ നോക്ക്, എന്നിട്ട് ഇവിടെ മൗലവി ചെയ്യണൊരു. അപ്പൊ ഇതാണ് വിഷയം. തൽക്കാലം ഇത്തരം വിഴപ്പലകൾ, ഇത്തരം ആളുകളൊക്കെ കൊണ്ടുവന്നിട്ട് APക്കാരെ തകർക്കാൻ, സമസ്തക്കാരെ തകർക്കാൻ ഇവർ ഉദ്ദേശിക്കുന്ന ഈ ഉദ്ദേശത്തിന്റെ ലക്ഷ്യം നമുക്ക് മനസ്സിലാക്കാം. തീർച്ചയായിട്ടും മറുപടി ഇല്ലാത്തതിന്റെ പേരിൽ, ഒരിക്കലും അവർക്ക് മറുപടി പറയാൻ സാധിക്കാത്തതിന്റെ പേരിൽ, എന്ന് വെച്ചാൽ അത്രയും വലിയ വാദങ്ങളാണ് ഇവർ വാദിക്കുന്നത്. ആ വാദങ്ങൾ അവരുടെ മാസിക വെച്ചും അവരുടെ വാരിക വെച്ചുമാണ് വഹാബ് സഖാഫി ഉസ്താദ് സംസാരിക്കുന്നത്. പരസ്പര വൈരുദ്ധ്യമായ അള്ളാഹു താലാക്ക് കണങ്കാലുണ്ട് എന്നും അള്ളാഹു താലാങ്ങൾക്ക് അവയവമുണ്ട് എന്നും അള്ളാഹു താലാക്ക് ഭാഗമുണ്ട് എന്നും അവർ പ്രസിദ്ധീകരണങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചു. എന്നാൽ പ്രസംഗങ്ങളിൽ വാക്കുകൾ അവർ പറയുന്നു അള്ളാഹു താലാക്ക് അങ്ങനെ ഭാഗങ്ങളുണ്ട് എന്നോ കാര്യങ്ങളൊന്നും ഉണ്ടെന്ന് പറയാൻ പാടില്ല എന്ന് വരെ അവർ പ്രസംഗങ്ങളിൽ പ്രസംഗിക്കുകയാണ്. പക്ഷേ മാസികകളിൽ അവരുടെ പണ്ടത്തെ നേതാക്കന്മാർ എഴുതി വെച്ചിട്ടുണ്ട്, ഖുർആൻ പരിഭാഷകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്ന് പറയുന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു താലാക്ക് കണങ്കാലുണ്ട് എന്ന് വരെ അവർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ പരസ്പര വിരുദ്ധമായ പടച്ചോന വിശ്വാസം അത് തീർത്തും അങ്ങോട്ട് എടുത്ത് പുറത്ത് കണ്ടിട്ടപ്പോ വഹാബികൾക്ക് നീക്കകളില്ലാണ്ടായി. പിന്നെ അവർ ഉദ്ദേശിക്കുന്ന ഒളിയമ്പ് എന്ന് പറഞ്ഞാൽ, അമ്പ് എന്ന് പറഞ്ഞാൽ ഇത്തരം വ്യാജന്മാർ, APക്കാർക്കെതിരെ വ്യാജന്മാരെ കൊണ്ടുവന്ന് APക്കാരെ തകർക്കാനുള്ള പരിപാടിയാണ്. എന്തായാലും അത് നടക്കൂല എന്നുള്ളത് തീർച്ചയാണ്. അതും പൂട്ടിപ്പോകാനുള്ള സാഹചര്യമാണ്. അള്ളാഹു താല ഇത്തരം ആളുകളുടെ ഷെറിൽ നിന്ന്, ഇത്തരം മുക്കൂട്ട് മുന്നണികളുടെ ഷെറിൽ നിന്ന് അള്ളാഹു നമ്മളെ കാക്കട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.